വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ആർദ്ര, യുവർ സോഷ്യൽ സയൻസ് ടീച്ചർ. എല്ലാവരും ക്ലാസ് 8ലേക്ക് ജോയിൻ ചെയ്തല്ലേ? നിങ്ങൾ പുതിയൊരു അക്കാഡമിക് ഇയർ ആയതിന്റെ എക്സൈറ്റ്മെന്റിലായിരിക്കും അല്ലെ? നിങ്ങൾ ഈ വർഷം ഈ അക്കാഡമിക് ഇയറിൽ നല്ല അടിപൊളിയായിട്ട് പഠിപ്പിക്കാൻ വേണ്ടി സൈലത്തിന്റെ യോധ ക്ലാസ് 8 ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങളെ ഓരോ സബ്ജക്റ്റും പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റിനും അതിന്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഡൗട്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ആപ്പിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. ആൻഡ് MCQs ആണെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും എല്ലാം നമ്മൾ കൃത്യമായിട്ട് ആപ്പിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വെറും 2499 രൂപയ്ക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിനാണ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ ഒരു നമ്മുടെ സൈലത്തിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ പ്രിവെയിൽ ചെയ്തിരുന്ന അല്ലെ, നമ്മുടെ ആൻഷ്യൻ ഇന്ത്യയിൽ പ്രിവെയിൽ ചെയ്തിരുന്ന ഒരു ഈവിൾ കസ്റ്റം ആയിട്ടുള്ള സദ്യ എന്താണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, ദ ഹയസ്റ്റ് ഐഡിയൽ ഫോർ എ വിമൻ വിത്ത് ഇൻ ഇന്ത്യൻ സൊസൈറ്റി or ഇന്ത്യൻ കൾച്ചർ ആർ വെർച്യൂ, പ്യൂരിറ്റി ആൻഡ് അലീജിയൻസ് ടു ഹർ ഹസ്ബൻഡ്. അല്ലെ, എന്താണ് ഉത്തമയായ ഭാരത സ്ത്രീ എന്ന് പറയുന്നത്? എന്തായിരിക്കണം? സ്വന്തം ഭർത്താവിനെ അനുസരിച്ച് അദ്ദേഹത്തെ വളരെ റെസ്പെക്ട് ചെയ്ത് അദ്ദേഹത്തിന്റെ കാലടിയിൽ അല്ലെ, കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ള ഒരു കൾച്ചറിന്റെ ഭാഗമായിട്ട്, ആ ഒരു ബോധത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഈവിൾ പ്രാക്ടീസ് ആയിരുന്നു എന്ത്? സതി എന്ന് പറയുന്നത്. സതി വാസ് എ ഹിസ്റ്റോറിക്കൽ പ്രാക്ടീസ് ഇൻ ഹിന്ദു സൊസൈറ്റി. ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ഇടയിലായിരുന്നു സതി എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് കണ്ടുവന്നിരുന്നത്, അല്ലെങ്കിൽ ഒരു കസ്റ്റം കണ്ടുവന്നിരുന്നത്. എന്താ സതി എന്ന് നോക്കിയോ? When a man died, his wife was expected to die too by jumping into the funeral pyre of that man with his body, with his dead body. അതായത് ഒരാൾ മരിച്ചു കഴിയുമ്പോൾ, ഒരു പുരുഷൻ മാത്രമാണ്, ഒരു സ്ത്രീയല്ല, ഒരു പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ എന്ത് ചെയ്യണം? അവന്റെ ചിതയിൽ അല്ലെ, എന്താണ്, ഫ്യൂണറൽ പയറിൽ അവളും കൂടെ എന്ത് ചെയ്യണം? എരിഞ്ഞു മരിക്കണം അല്ലെ. അവളും കൂടെ അവന്റെ ഡെഡ് ബോഡിയുടെ കൂടെ കത്തി എരിഞ്ഞു മരിക്കണം എന്നുള്ളൊരു ഈവിൾ തോട്ടിന്റെ ഭാഗമായിട്ട് അല്ലെ, നമ്മുടെ ഇന്ത്യൻ കൾച്ചർ കൊണ്ടുവന്ന ഒരു ഈവിൾ തോട്ടിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു ഈവിൾ പ്രാക്ടീസ് അല്ലെങ്കിൽ ഈവിൾ കസ്റ്റമായിരുന്നു എന്ത്? സതി എന്ന് പറയുന്നത്. ഈ സതിക്കെതിരെ ആദ്യമായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്ത് അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞ ഒരാളാണ്, മഹാനായ വ്യക്തിയാണ്. ആര്? രാജാറാം മോഹൻ റോയ്. നമുക്ക് എല്ലാവർക്കും അറിയാം ആരാണ് രാജാറാം മോഹൻ റോയ് എന്ന്. അദ്ദേഹമായിരുന്നു ആദ്യമായിട്ട് ഈ സതി എന്നൊരു ഈവിൾ പ്രാക്ടീസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്തത്. അത് മാത്രമല്ല, ഹി സ്ട്രിക്ട്ലി ഒപ്പോസ്ഡ് ദ സിസ്റ്റം ഓഫ് സതി. അതായത് ഈ സതി എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഹിന്ദു കൾച്ചറിന് എഗെയിൻസ്റ്റ് ആണ്, ഹിന്ദു കൾച്ചറിന്റെ വാല്യൂസിനെ എന്ത് ചെയ്യുന്ന, കളങ്കപ്പെടുത്തുന്ന ഒന്നാണെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതൊരു നല്ല കാര്യമല്ല, ഒരു അനാചാരമാണ് അല്ലെ, ഒരു ഈവിൾ പ്രാക്ടീസ് ആണെന്ന് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എൻലൈറ്റൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകളിലേക്ക് എത്തിക്കാനും ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനും ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് 1829 ലോർഡ് വില്യം ബെന്റിക് എന്ത് ചെയ്തു? ഇത് ബാൻ ചെയ്തു. സതി ഇന്ത്യയിൽ നിന്നും ബാൻ ചെയ്തു. എന്തുകൊണ്ടാ? രാജാറാം മോഹൻ റോയിന്റെ ഒരുപാട് എഫേർട്സ് കാരണമാണ്. ഇത് സ്ത്രീകളുടെ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന ഒന്നാണെന്നും സ്ത്രീകളും നമ്മളെ പുരുഷന്മാരെ പോലെ എന്താണ്, ഒരു മനുഷ്യ ജീവിയാണെന്നുള്ളൊരു ബോധം എന്ത് ചെയ്തു? ആൾക്കാരുടെ ഉള്ളിൽ എന്ത് ചെയ്തു? രാജാറാം മോഹൻ റോയ്ക്ക് ഉണർത്തിയെടുക്കാൻ പറ്റിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സതി ബാൻ ചെയ്യാൻ പറ്റി. ഇന്ന് നമ്മൾ കാണുന്ന ഒരു നല്ല ഒരു സൊസൈറ്റി അല്ലെ ഉണ്ടാവാന് രാജാറാം മോഹൻ റോയിന്റെ എഫേർട്സ് ഒരുപാടുണ്ട്. അപ്പൊ സതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ നല്ല നല്ല കോണ്ടന്റുകളുമായിട്ട് നമുക്ക് വീണ്ടും സൈലത്തിന്റെ ക്ലാസ്സസിൽ കാണാം. ബൈ.